ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് അല്പം മഞ്ഞൾ മതി നിങ്ങൾക്ക് വേണ്ട പണം വേണ്ടതിലും അധികം മഹാലക്ഷ്മി തരുമെന്നുള്ളതാണ്. നിങ്ങൾ ചെയ്ത് നോക്കിക്കൂ. കാരണം ഇത് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അനുഭവമുണ്ട്. അല്പം മഞ്ഞൾ മാത്രം മതി, നിങ്ങൾക്ക് വേണ്ടതിലും അധികം മഹാലക്ഷ്മി പണം തരുമെന്നുള്ളതാണ്. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ കടബാധ്യതകൾ മാറുവാനും പണം ധാരാളമായി വരുവാനുമുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ശരിയായിട്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികം അതുപോലെ വരുമെന്നുള്ളത്. അപ്പം അതിലൊക്കെ പറയാൻ ചില കാരണങ്ങളുണ്ട്. ഞാൻ അതുപോലുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അറ്റം മൂലം കണ്ടിട്ടൊന്നും ചെയ്യരുത്. കാരണം മഹാലക്ഷ്മിയുടെ കാര്യം പറയുന്നുണ്ട്. കൃഷ്ണന് നിങ്ങളുടെ ജനനത്തീയതി അനുസരിച്ച് ചെയ്യേണ്ട ഒരു ലളിതമായ കാര്യം, ഞാൻ ലളിതമായ കാര്യം പറയത്തുള്ളൂ, അതെല്ലാം വലിയ സാമ്പത്തികം ചെയ്തവർക്കുണ്ടായിട്ടുണ്ട്. പിന്നെ മുരുകൻ്റെ അത്ഭുതകരമായ കടം വീടാനുള്ള ചില രഹസ്യങ്ങൾ, ഇതുവരെ പറയാത്ത ചില കാര്യങ്ങൾ. അത് പിന്നെ ഷിർദി ബാബയുടെ, ഞാൻ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഷിർദി ബാബയുടെ ഒരു രഹസ്യ മന്ത്രം പറഞ്ഞു തരുന്നുണ്ട്, ഒരു രഹസ്യ വിദ്യ പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം സാമ്പത്തികത്തിന് വേണ്ടിയാണ് കേട്ടോ. അപ്പം ഇതൊന്നും കാണാതെ പോയിട്ട് പിന്നെ സാറേ എനിക്ക് കടവാന്നും പറഞ്ഞ് എന്നോട് ചോദിക്കരുത്. കാരണം ഇതൊക്കെ ഒരുപാട് അനുഭവമുള്ള, ഇത് മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങൾ ചെയ്യുക. കാരണം ഒരുപാട് പേര് വീഡിയോ കാണുന്നത്, പലർക്കും പല കാര്യങ്ങളായിരിക്കും പറ്റുന്നത്. അതുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതിലെല്ലാം നിങ്ങൾ ഒരാൾ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇത് ഞാൻ ആ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു തരികയാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. എന്നിട്ട് ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. ഇന്ന് ചെയ്താൽ നാളെ ബലം കിട്ടുമെന്നൊന്നും അങ്ങനെയൊന്നും വിചാരിക്കരുത്. ചിലർക്ക് കിട്ടും, ചിലർക്ക് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. പിന്നെ നമ്മുടെയും കൂടെ ഒരു പ്രയത്നം ഉണ്ടാകണം. താൻ പാതി ഈശ്വരൻ പാതി എന്നാണ്. ഇതൊക്കെ ആകുമ്പോഴേ ആ ഉയർച്ചയിലേക്ക് വരത്തുള്ളൂ. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് വാട്സപ്പ് ഇട്ടാൽ ഒരു പരിഹാരത്തിന്, എനിക്കറിയാം നല്ല പരിഹാരം പറഞ്ഞുതരും. അതിന് ഫീസൊന്നുമില്ല. ഒരു വിശകലനം ചെയ്യേണ്ടവർക്ക് അതിനൊരു നിശ്ചിത ഫീസുണ്ട്. അത് വാട്സപ്പ് ഇട്ട് കഴിയുമ്പോൾ പറ്റുന്നവർക്ക് ഞാൻ റിപ്ലൈ തരും. ഇതിൻ്റെ മുൻഗണനാക്രമത്തിലാണ് വർക്ക് എടുക്കുന്നത്. എന്നിട്ട് ആ ഡേറ്റിന് ചെയ്യുന്ന രീതി പറഞ്ഞിട്ട് ചെയ്തു കൊടുക്കുന്നത്. വാട്സപ്പ് വഴി ചെയ്യുന്നതാണ് രീതി. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവി നർപ്പവി. നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതം മാറുന്ന കാര്യമാണ്. മുഴുവൻ കാണുക. നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾ ജീവിതം മാറിയ കാര്യമാണ് കേട്ടോ. എല്ലാം നല്ല കാര്യങ്ങളാണ്, ലളിതമായ കാര്യങ്ങളാണ്. ചെയ്തു നോക്കുക. ചെയ്തു നോക്കുന്നതുകൊണ്ട് നല്ലത് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. വിശദമായിട്ട് ഞാനീ പറയുന്ന കാര്യം ആര് വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്താലും, ഞാൻ ശരിയായ രീതി പറയുന്നുണ്ട്, അവർക്കൊക്കെ സാമ്പത്തികം വരും. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചെയ്ത ഉടനെ ലക്ഷങ്ങൾ വരുമെന്നല്ല. ചിലപ്പോൾ 2000 ആയിരിക്കും, ചിലപ്പോൾ 3000 ആയിരിക്കും, ചിലപ്പോൾ 500 ആയിരിക്കും. എന്തായാലും പണം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതെല്ലാവർക്കും ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓട്ടോ ഓടിക്കുന്നവരുണ്ട്, തട്ടുകട നടത്തുന്നവരുണ്ട്, റെസ്റ്റോറൻറ്റ് നടത്തുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്, തുണിക്കട നടത്തുന്നവരുണ്ട്, വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, ഹോസ്പിറ്റൽ നടത്തുന്നവരുണ്ട്, വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട്. എന്ന് വേണ്ട സാധാരണ ജോലി ചെയ്യുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, കർഷകരുണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. സാധാരണക്കാർ മുതൽ വലിയ കോടീശ്വരന്മാർ വരെയുള്ളവരുണ്ട്. ഇത് എല്ലാവർക്കും ആരെന്നില്ല, ആര് ചെയ്യേണ്ട രീതി ശരിയായിട്ട് ചെയ്താൽ അവരിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു അത്ഭുതകരമായ ഒരു കാര്യം. നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചെയ്ത് നോക്കുക. വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക. ദിവസവും ചെയ്യണം കേട്ടോ. ദിവസവും വിശ്വാസത്തോടെ ചെയ്യണം. അതായത് ഇതുപോലെ ഒരു പാത്രം, ഒരു കുപ്പി എടുക്കുക. ഈ കുപ്പി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്ന കുപ്പിയാണ്. ഈ കുപ്പിയുടെ കാര്യം എന്ന് വെച്ചാൽ, ഈ കുപ്പിക്ക് ഇപ്പം ഈ കുപ്പിക്കകത്ത് നമ്മൾ മഞ്ഞളിടുക. മഞ്ഞളിട്ടിട്ട് കുപ്പിയുടെ അടപ്പങ്ങ് അടയ്ക്കണം. മഞ്ഞൾ ഒരു അരക്കുപ്പിയോ മുക്കാക്കുപ്പിയോ വല്ലതും മതി. എന്നിട്ട് ഈ കുപ്പി ഇങ്ങനെ കുപ്പി എടുത്തതിൻ്റെ കാര്യം, നമുക്ക് അകത്ത് മഞ്ഞളാന്ന് കാണാം. അങ്ങനെ കാണണം. അങ്ങനെ ചെയ്യുമ്പോഴേ വിദ്യ ഫലം ഉണ്ടാകുന്നത്. എന്നിട്ട് രാവിലെ നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഇത് വീട്ടമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് ചെയ്യാം. അല്ലാത്തവർക്ക്
അവരെവിടെ നിന്ന് ആർക്കും എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. ഓഫീസിൽ നിന്ന് ചെയ്യാം, കടയുണ്ടെങ്കിൽ കടയിൽ നിന്ന് ചെയ്യാം, നിങ്ങൾക്ക് മുറിയുണ്ടെങ്കിൽ മുറിയിൽ നിന്ന് ചെയ്യാം. ഈ രാവിലെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, കുളിച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുറിയിലോ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വലതുകാൽ അല്പം മുന്നോട്ട് വെക്കണം. വലതുകാല് അല്പം മതി, ഒരു പൊടിക്ക് മുന്നോട്ട് വെക്കണം ഇടതുകാലിനെ കാട്ടി. എന്നിട്ട് ഇത് വലത് കൈയിൽ പിടിക്കണം. ഞാൻ വലത് കൈയിലാണ് പിടിച്ചിരിക്കുന്നത്. ചിലപ്പം വീഡിയോയിൽ ഇടത് കൈയായിട്ട് ചില തോന്നുമായിരിക്കും, അത് ക്യാമറയുടേതാണ്. വലത് കൈയിൽ പിടിക്കുക. ഞാൻ പറയുന്ന കേൾക്കുക. വലത് കൈയിൽ പിടിച്ചിട്ട് ഈ കുപ്പിക്കകത്ത് മഞ്ഞളിട്ട് കുപ്പി അടച്ച്, മഞ്ഞളൊരു 3/4 ഭാഗമോ 1/2 ഭാഗമോ 3/4 ഭാഗം ഇടുന്നത് നല്ലതാണ്. എന്നിട്ട് ഇത് കയ്യിൽ പിടിച്ച് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് അല്പം വലത് കാല് മുന്നോട്ട്, ഇടതുകാലിനെക്കാട്ടി മുന്നോട്ട് വെച്ച് ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ എന്ന് ഉറച്ച വിശ്വാസത്തോടെ ജപിക്കണം. സ്പീഡിലൊന്നും ജപിക്കരുത്. ഒരക്ഷരമായിട്ട് തന്നെ ജപിക്കണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇങ്ങനെ പക്കായിട്ട് ജപിക്കണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ അങ്ങനെ ജപിക്കരുത്. സ്പീഡിൽ നിർത്തി ഓരോ അക്ഷരത്തിനും ഇടയിൽ ഒരു ചെറിയ സ്പേസ് വേണം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ ഇങ്ങനെ ജപിച്ചിട്ട് മഹാലക്ഷ്മിയുടെ സമ്പത്ത് ആവശ്യപ്പെടുക. എന്നിട്ട് ഇത് എവിടെ വേണേലും വയ്ക്കാം. നിങ്ങൾ നിത്യം ഒന്ന് ചെയ്ത് നോക്കിക്കേ. രാവിലെ ചെയ്യാവുള്ളൂ, വൈകിട്ട് ചെയ്യരുത്. അപ്പോൾ ഈ മഞ്ഞൾ കേടാകുമ്പോൾ മാറ്റിയിട്ട് വേറെ മഞ്ഞൾ വെക്കാം. മനസ്സിലായല്ലോ? അത് എവിടെയാന്ന് വെച്ചാൽ പറമ്പിൽ എവിടെയാന്ന് വെച്ചാൽ കളയാം. കേടാകുമ്പം ഇപ്പം കുറച്ചാൾ കഴിയുമ്പോൾ കേടാവുമല്ലോ, അത് മാറ്റിയിട്ട് വേറെ മഞ്ഞൾ വെച്ചാൽ മതി. ഇനി വീട്ടമ്മമാരാണെങ്കിൽ അവർ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പാത്രം ഉണ്ടെങ്കിൽ ഇത്രയും പാത്രമായിരിക്കണം. നമ്മൾ അകത്തിരിക്കുന്ന സാധനം വെളിയിൽ കാണണം. മനസ്സിലല്ലേ? ഇങ്ങനത്തെ പാത്രമാണെങ്കിൽ അത് പ്രത്യേകിച്ച് ഒരു പാത്രം അതിനായിട്ട് വാങ്ങിക്കേണ്ട, അത് വെച്ച് ചെയ്താലും മതി വീട്ടമ്മമാർക്ക്. അല്ലാത്ത ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് മഞ്ഞൾ വെച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ചെയ്യുക. മഞ്ഞൾപ്പൊടി കേടാകുന്നതിന് മുമ്പ് മാറ്റിക്കോണം. ഇപ്പോൾ കുറേ ദിവസം ചെയ്യാമല്ലോ, അത് കഴിയുമ്പോൾ കേടാകുമ്പോൾ ഇത് കളഞ്ഞിട്ട് വേറെ മഞ്ഞൾപ്പൊടി വെക്കണം. കളയുന്ന പറമ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ കളയാം. അപ്പോൾ ഇത് നിത്യേന നിങ്ങൾ ചെയ്ത് നോക്കുക. ചെറിയൊരു കാര്യം, സിമ്പിൾ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അനുഭവം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നിങ്ങളൊരു കടയുണ്ടെങ്കിൽ കടയിൽ രാവിലെ ഇത് ചെയ്യാം. നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ ചെറിയ ഇതുപോലൊരു കുപ്പി വെച്ചിട്ട് വണ്ടിയെ കയറിയിട്ട് കുപ്പി വെച്ചിട്ട് വണ്ടിയുടെ രാവിലത്തെ പരിപാടി തുടങ്ങാം. പൈസ വരും, ഇഷ്ടം പോലെ വരും. നിങ്ങളൊരു തട്ടുകട നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. നിങ്ങളൊരു ഒരു സാധാരണ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ രാവിലെ ഇത് ചെയ്തിട്ട് ജോലിക്ക് പോകാം. നിങ്ങൾക്ക് സാമ്പത്തികം വരും. വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് ജോലിക്ക് പോകാം. നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷനോ സാമ്പത്തികമോ ഒക്കെ വരും. നിങ്ങളൊരു ഏത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇപ്പോൾ ഒരു വക്കീലാന്ന് വിചാരിച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇത് ചെയ്തിട്ട് രാവിലെ ജോലി ആരംഭിക്കുക. ഇഷ്ടംപോലെ അദ്ദേഹത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ കേസ് വരുന്നത്. ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഇഷ്ടംപോലെ ക്ലയൻറ്റ് വരും. ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയിക്കോട്ടെ, ഇഷ്ടംപോലെ വരും. ഇനി ഒരു സിനിമാ ഫീൽഡ് കലാകാരന്മാർ, അവർക്ക് ഇഷ്ടംപോലെ വർക്ക് വരും. ഇതൊരു അത്ഭുതകരമായ വിദ്യ ആക്കട്ടെ. ഇത് ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലെ ചില രഹസ്യങ്ങൾ പറയാൻ വിട്ടുപോയായിരുന്നു. വലതുകാലിൽ ഇപ്പം മുന്നോട്ട് വെക്കണം, ഇങ്ങനെ കാണുന്ന ഒരു കുപ്പിയായിരിക്കണം, അകം കാണുന്ന ഒരു കുപ്പിയായിരിക്കണം. അങ്ങനെ മറ്റു ചില രഹസ്യങ്ങളോട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത് പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇത് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത്. കാരണം ഉറപ്പാണ് പൈസ വരും, പല രീതിയിൽ പൈസ വരും. അത് അച്ചട്ടായിട്ടുള്ള കാര്യമാണ്. അത് എങ്ങനെങ്കിലുമൊക്കെ വരും. നിങ്ങൾ വിശ്വസിക്കണം. എന്നും ചെയ്യണം. ഇപ്പോൾ ഒരു ദിവസം ചെയ്ത് ഇപ്പം അന്ന് തന്നെ വരണമെന്നൊന്നുമില്ല, ദിവസവും ചെയ്യുക. പക്ഷെ ഇത് പൈസ നിത്യേന ചെയ്തു കഴിഞ്ഞാൽ കാശ് വരും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറും. അത്ഭുതമായ കാര്യമാണ് കേട്ടോ. അപ്പം മന്ത്രം ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഓം ഐം ശ്രീം ഹ്രീം ക്ലീം നമ. ഹ്രീം എന്നുള്ള കാ ജപിക്കരുത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടും, അവിടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. ഈ ഭഗവാനെ കൃഷ്ണന് ചില രഹസ്യങ്ങളുണ്ട്. അത് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് കേട്ടോ, സത്യസന്ധമായിട്ട് പറയുന്നത്. അതായത് ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിഞ്ഞവർ ഒക്കെ രക്ഷപ്പെട്ട ഒരു അത്ഭുത വിദ്യ പറഞ്ഞിരുന്നത്. അതായത് ഈ അഷ്ടമി രോഹിണി ഇപ്പം ഇനി അടുത്ത് വന്നു. ഞാൻ അഷ്ടമി രോഹിണിയെ കുറിച്ച് ചിലപ്പോഴൊരു വീഡിയോ ചെയ്യും, പറയാൻ പറ്റത്തില്ല. ഏതായാലും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സാമ്പത്തികം അതുപോലെ വരാനുള്ള ഒരു അവസരമാണ് ഈ അഷ്ടമി രോഹിണിക്ക്. കൃഷ്ണന് നിങ്ങൾ ജനിച്ചത് മാസം ഏതും ആയിക്കോട്ടെ, അത് ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ജനിച്ച ഡേറ്റ് മാത്രം ശ്രദ്ധിക്കുക. 1, 10, 19, 28
ഇതിലേതെങ്കിലും ഒരു തീയതിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഭഗവാൻ ഒന്നുകിൽ 1 കിലോ അവല്, അല്ലെങ്കിൽ 4 കിലോ അവല്, അല്ലെ 10 കിലോ അവല്, ഇതിലേതെങ്കിലും ഒരു കണക്കിൽ അവല് ശ്രീകൃഷ്ണ ജയന്തിക്ക് സമർപ്പിക്കുക. ശ്രീകൃഷ്ണ ജയന്തിക്ക് ഘോഷയാത്രയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന് നടത്തിപ്പുകാരോട് പറഞ്ഞാൽ മതി, എന്റെ വകയായിട്ട് ഇത്ര കിലോ അവല് തന്നേക്കാം. ഇത് ഭയങ്കര ഫലമാകട്ടോ. അനുഭവം ഞാൻ പറയാം, സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഭഗവാൻ നിങ്ങളെ വലിയ സമ്പന്നനാക്കും. ഇത് ഒരു ശ്രീകൃഷ്ണതിക്ക് അവല് കൊടുത്തുകൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. അടുത്ത ശ്രീകൃഷ്ണതിക്കും കൊടുക്കണം. അങ്ങനെ ചിലർക്ക് 2-3 ആകുമ്പോഴാണ് വലിയ സമ്പത്ത് വരും. ചിലർക്ക് ആദ്യം തന്നെ വലിയ സമ്പത്ത് വരും. അത് ഭഗവാനാണ് തീരുമാനിക്കുന്നത് എപ്പോൾ അനുഗ്രഹിക്കണമെന്നുള്ളത്. പക്ഷെ കൈവിടത്തില്ല. നിങ്ങളെ ഇന്നല്ലേ നാളെ വലിയ സമ്പന്നനാക്കിയിരിക്കും. ഒരുപാട് അനുഭവം ഉണ്ട് കേട്ടോ. അപ്പൊ വലിയ നിങ്ങളുടെ കടബാധ്യതകളെല്ലാം മാറിക്കിട്ടും. ഇതൊരു അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഈ അവല് സമർപ്പിക്കുന്നതിനകത്ത് ചില രഹസ്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കുചേലൻ സുദാമാവ് ഭഗവാൻ അവല് സമർപ്പിച്ചാണ് സുദാമാവിന്റെ ദാരിദ്ര്യം മുഴുവൻ തീർന്നത്. ഭഗവാൻ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ സുദാമാവിന് ഭഗവാൻ എത്ര സമ്പത്ത് കൊടുത്തു, ഐശ്വര്യം കൊടുത്തു, അതുപോലെ നമ്മളെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. കൈവിടത്തില്ല, ഉറപ്പാ. അതിൻ്റെ അത് യാതൊരു സംശയവും വേണ്ട. അപ്പം ഇനി 2, 11, 20, 29 ഇതിലേതെങ്കിലും ഒരു തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്നുകിൽ 2 കിലോ അവല്, അല്ലെ 7 കിലോ അവല്, ഇതിലേതെങ്കിലും ഒരു കണക്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് അവല് സമർപ്പിക്കണം. ഘോഷയാത്രയില്ലേ, ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്ര, അതിനുവേണ്ടി അവല് സമർപ്പിക്കുന്ന കാര്യം പറയുന്നത് കേട്ടോ. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയ്ക്ക് വേണ്ടി നമ്മുടെ വീട്ടിൽ പിരിവിന് വരുമല്ലോ, അപ്പൊ അവർക്ക് അവല് കൊടുക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ശ്രദ്ധിച്ചോണം. കാരണം അത് കൃത്യം ഫലം കിട്ടിയ കാര്യം, അതുകൊണ്ടാണ് ഇനി പറയുന്നത്. ഞാൻ എല്ലാ കൊല്ലവും ഇപ്പം ആദ്യമൊക്കെ 2 കിലോ ആയിരുന്നു, പിന്നെ 5 കിലോ ആയി, ഇപ്പം 10 കിലോ അവലാണ് കൊടുക്കുന്നത്. എല്ലാ കൊല്ലവും ഞാൻ കൊടുക്കും. എനിക്ക് 30 കിലോ കൊടുക്കാൻ സന്തോഷമുള്ളൂ, മറ്റൊന്നും കൊണ്ടല്ല. പിന്നെ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണമല്ലോ, അതുകൊണ്ട് 10 കിലോ ഇപ്പം അവര് കൊടുക്കുന്നത്. അത് ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത് കേട്ടോ. ഞാൻ എല്ലാ കൊല്ലവും കൊടുക്കും. പക്ഷെ ഒരു കൊല്ലം കൊടുത്തോണ്ട് എൻ്റെ ജീവിതം മാറിയില്ലായിരുന്നു. ആദ്യം 2 കിലോ ഒക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറേ കൊല്ലങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ്. എനിക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കൊറോണ സമയത്ത് പോലും എനിക്ക് വർക്കിനൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അപ്പോഴായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് കിട്ടിയത്. എനിക്ക് അങ്ങനെയുള്ള എനിക്ക് എല്ലാ സമയവും എനിക്ക് ചെയ്യാൻ പറ്റാത്ത പോലെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഭഗവാൻ അതുപോലെ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരും. അപ്പം ഇനി 3, 12, 21, 30 ഇതിലേതെങ്കിലും ഒരു തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 3 കിലോ അവല് ഭഗവാനെ സമർപ്പിക്കാം. ഇനി 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു തീയതികളിലാണ് നിങ്ങൾ ജനിച്ചെങ്കിൽ ഒന്നെങ്കിൽ 1 കിലോ അവല്, അല്ലെ 4 കിലോ അവല് ഭഗവാനെ സമർപ്പിക്കാം. 5, 14, 23 5, 14, 23 ഇതിലേതെങ്കിലും ഒരു തീയതികളിൽ നിങ്ങൾ ജനിച്ചതെങ്കിൽ 5 കിലോ അവല്, അല്ലെ 9 കിലോ അവല് സമർപ്പിക്കാം. 5 അല്ലെ 9 കേട്ടോ. ഈ സംഖ്യാജ്യോതിഷം വെച്ച് ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് ഈ കണക്കിൽ കേട്ടോ. സംഖ്യാജ്യോതിഷത്തിന്റെ ആ കണക്കിൽ ചെയ്യുമ്പോൾ അത് ഫലം ഉണ്ടാകുന്നു, പെട്ടെന്ന് ഫലം ഉണ്ടാകും. അതുകൊണ്ട് പറഞ്ഞാൽ ഇനി 6, 15, 24 ഇതിലേതെങ്കിലും ഒരു തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 4 കിലോ അവല് ഒന്നുകിൽ, അല്ലെങ്കിൽ 6 കിലോ അവല്, അല്ലെങ്കിൽ 10 കിലോ അവല് ഇതിലേതെങ്കിലും ഒരു കണക്കിൽ സമർപ്പിക്കാം. 7, 16, 25 ഇതിലേതെങ്കിലും ഒരു തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്നുകിൽ 7 കിലോ അവല്, അല്ലെങ്കിൽ 2 കിലോ അവല്. 7 കിലോ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. 8, 17, 26 ഈ തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്നുകിൽ 8 കിലോ അവല്, അല്ലെങ്കിൽ 3 കിലോ അവല്. എൻ്റെ അഭിപ്രായത്തിൽ 8 കിലോ ആണ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. 9, 18, 27 ഈ തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്നുകിൽ 5 കിലോ അവല്, അല്ലെങ്കിൽ 9 കിലോ അവല്. പക്ഷെ 9 കിലോ അവലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾ ഭഗവാൻ അവല് സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ എല്ലാം നൽകും. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയ്ക്ക് അവർ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്, നമ്മുടെ വീട്ടിൽ പിരിവിന് വരുമ്പോൾ. ഇനി ക്ഷേത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സമർപ്പിക്കാം. പക്ഷേ ഞാൻ അനുഭവം ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് അവർ കൊടുത്താണ് അനുഭവം ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഭഗവാൻ പിന്നെ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ നല്ലത് തന്നെയാണ്. ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് ഭഗവാൻ ഒരു തുളസിമാല വെച്ചിട്ട് വേണം വയ്ക്കാൻ. ഭഗവാനെ എനിക്ക് ഒരു തുളസിയിലെങ്കിലും പുണ്യം എനിക്ക് എൻ്റെ കുടുംബത്തിന് തരണേ, കുബേരന് സമ്പത്ത് നൽകിയ പോലെ കുചേലനെ അവിടുന്ന് അനുഗ്രഹിച്ച പോലെ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചിട്ട് ക്ഷേത്രത്തിലും വേണമെങ്കിൽ സമർപ്പിക്കാം. പക്ഷേ ശ്രീകൃഷ്ണജയന്തിയുടെ ഈ ശോഭായാത്ര ഉണ്ടല്ലോ ശ്രീകൃഷ്ണജയന്തി, അതിനുവേണ്ടി അവല് സമർപ്പിച്ചതാണ്
വലിയ സാമ്പത്തികം ഭഗവാൻ നൽകിയതായിട്ട് അനുഭവം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. അനുഭവമുള്ള കാര്യമല്ലേ നമ്മൾ ആളുകൾക്ക് പ്രയോജനം കിട്ടട്ടെ എന്ന് കരുതി പറഞ്ഞു. അത് അനുഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതിലും തെറ്റില്ല, നല്ലത് തന്നെയാണ്. പക്ഷെ എന്നാലും ഈ കൊച്ചു കുട്ടികൾ അടങ്ങുന്ന ഈ ഘോഷയാത്രയ്ക്ക് അവല് കൊടുത്താൽ അതിൽ ഓരോരുത്തരും ഉണ്ണിക്കണ്ണന്മാരാ. ഭഗവാൻ എല്ലാ ഉണ്ണിക്കണ്ണന്മാരിലും ഉണ്ട്. അതുകൊണ്ട് ഈ കുട്ടികൾക്ക് അടങ്ങുന്ന ഈ ഘോഷയാത്രയ്ക്ക് നമ്മൾ അവല് കൊടുത്താൽ അത് മഹാപുണ്യമാണ്. കാരണം ആ കുട്ടികളും എല്ലാം ദീർഘദൂരം നടന്ന് ഭഗവാന്റെ നാമം ജപിച്ച് അവർക്ക് വേണ്ടി നമ്മൾ അവല് കൊടുക്കുമ്പോൾ അതിനോളം പുണ്യം വേറെ ഇല്ല കേട്ടോ. അതാണ് അതിൻ്റെ രഹസ്യം. അപ്പൊ അത് നിങ്ങൾ പറ്റുന്ന പോലെ ചെയ്യുക. ചെയ്തവർക്കൊക്കെ അതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുപോലെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ക്ഷേത്രത്തിൽ മലയാള മാസം ആദ്യ ബുധനാഴ്ച എല്ലാ മാസവും ഈ പറഞ്ഞ കണക്കിൽ നിങ്ങൾക്ക് ബുധനാഴ്ച രാവിലെയോ വൈകുന്നപാടോ അവല് ഭഗവാനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും വലിയ സമ്പത്തുണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, കടബാധ്യതകൾ മാറിക്കിട്ടും. പറ്റുമെങ്കിൽ അതിനു മുമ്പ് ഒരു തുളസിമാലയും കൂടെ വെക്കണം. തുളസിമാല വെക്കാൻ പറ്റില്ല, ഒരു തുളസിയിലെങ്കിലും വെക്കുക, എന്നിട്ട് അവല് വെക്കുക. പെട്ടെന്ന് ഫലം ഉണ്ടാകും കേട്ടോ. ഇനി അത് പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഭഗവാനെ എന്നുള്ള ഭക്തി കൊണ്ട് അവല് വെച്ചാലും മതി. തുളസിയിലെയോ തുളസിമാലയോ വെക്കാൻ പറ്റിയില്ലെങ്കിലും അതിനൊന്നും കുഴപ്പമില്ല. അതെല്ലാം മലയാള മാസം ആദ്യ ബുധനാഴ്ച രാവിലെയോ വൈകിട്ടോ ചെയ്യാം. വൈകിട്ട് ചെയ്താൽ പെട്ടെന്ന് ഫലം കുറച്ചുകൂടി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെല്ലാ മാസവും ചെയ്യാവുന്നതാണ്. ഇത് ഒരുപാട് ആളുകൾക്ക് ഗുണമുണ്ടായ കാര്യമാണ്. ഭഗവാൻ അവല് സമർപ്പിക്കുന്നത് കേട്ടോ. അച്ചട്ടാണ്. ഭഗവാൻ നിങ്ങളെ കൈവിടത്തില്ല, യാതൊരു സംശയം വേണ്ട. നമ്മൾ മുരുകന്റെ ഫോട്ടോ നമ്മളുടെ വീട്ടിൽ ചില പ്രത്യേക രീതിയിൽ വെച്ചാൽ പെട്ടെന്ന് നമുക്ക് മാറ്റം വരും. കിഴക്കോട്ട് ദർശനമാക്കി നമ്മുടെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ ശത്രുദോഷവും മാറും, കടബാധ്യതയും മാറി കിട്ടും പെട്ടെന്ന്. അതായത് മുരുകന്റെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ കിഴക്കോട്ട് ദർശനമാക്കി വെച്ചു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളുടെ വീട്ടിൽ സൗകര്യമില്ലാത്ത വീടാണ്, നിങ്ങളുടെ വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചാൽ മതി. ഭഗവാനെ ആത്മാർത്ഥ വിളിച്ചാൽ മതി, അതിൽ തെറ്റൊന്നുമില്ല. പറ്റുന്ന പോലെ ചെയ്യുക, അതേ ഞാൻ പറയത്തുള്ളൂ. മനസ്സിലായി? ചില വീടുകളെന്ന് പറഞ്ഞാൽ ഈ പിന്നെ വലിയ സൗകര്യം ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റുന്ന പോലെ ചെയ്താൽ മതി, അതിൽ തെറ്റൊന്നുമില്ല. പറ്റുന്നിടത്ത് കിഴക്കോട്ട് ദർശനമായിട്ട് മുരുകന്റെ ഫോട്ടോ വയ്ക്കുക. വീട്ടിൽ വളരെ സമ്പത്തും മാറും, കടബാധ്യത സമ്പത്തുണ്ടാകും, വളരെ സമ്പത്തുണ്ടായി വരും, കടബാധ്യത മാറും, ശത്രുദോഷങ്ങൾ മാറിക്കിട്ടും എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കടബാധ്യത മാറി വലിയ സാമ്പത്തികം ഉണ്ടാകാനുള്ള ഒരു രഹസ്യ വിദ്യ പറഞ്ഞുതരാം. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ പോവുക, ഒരു ചുമന്ന പട്ട് മേടിക്കുക, അത് തിരുമേനയോട് പറയുക, ശ്രീകോവിലിനുള്ളിൽ ഭഗവാന്റെ വേല ചാർത്താൻ പറയുക, കണ്ടു തൊഴുക, സാമ്പത്തികം ആവശ്യപ്പെടുക. ഇത് മാസത്തിൽ ഒരു ചൊവ്വാഴ്ച വീതം പറ്റുന്ന പോലെ ആവർത്തിക്കുക. വലിയ സാമ്പത്തികം ഭഗവാൻ തരും. അത്ഭുതമായ വിദ്യ ആവശ്യമുള്ളവർ ചെയ്യുക കേട്ടോ. എന്ത് ചെയ്താലും നമ്മുടെ മനസ്സൂടെ ആ ദേവതയെ ചൊല്ലണം, നമ്മുടെ വിശ്വാസവും കൂടെ ആ ദേവതയെ ചൊല്ലണം, പിന്നെ നമ്മുടെ പ്രയത്നവും കൂടെ ഉണ്ടാകണം. അപ്പോഴാണ് ബലം ഉണ്ടാകുന്നത് കേട്ടോ. അതോടെ ഓർത്തുകൊള്ളുക. അതാണല്ലോ ആ പ്രപഞ്ചത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഒരു പ്രപഞ്ചത്തിനൊരു നീതി ഉണ്ടല്ലോ, അത് നമ്മുടെ പ്രയത്നവും നമ്മുടെ വിശ്വാസവും കൂടെ ചേരുമ്പോഴാണ് അത് നടക്കുക. ഏത് കാര്യവും അങ്ങനെ നടക്കുന്നത്. അങ്ങനെ വിശ്വാസത്തോടെ ചെയ്തവരുടെ എല്ലാ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും ഈ ഷിർദിബാബയുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണം ചെയ്യും. അതിന് മുമ്പ് വേറൊരു കാര്യങ്ങൾ പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ക്ലോക്കൊക്കെ ഉണ്ടല്ലോ, ഈ ക്ലോക്കിന്റെ സ്ഥാനം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടേ ചെയ്യുക. അതായത് ക്ലോക്ക് നമുക്ക് കിഴക്ക് ദിക്കിലെ കിഴക്കോട്ട് വെക്കുന്ന നല്ലതാണ്, വടക്ക് വെക്കുന്ന നല്ലതാണ്, പടിഞ്ഞാറ് വെക്കുന്ന നല്ലതാണ്, തെക്ക് നല്ലതല്ല. പക്ഷേ ഏറ്റവും നല്ലത് വടക്ക് ക്ലോക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വടക്ക് പടിഞ്ഞാറും ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കൃത്യം പടിഞ്ഞാറ് വെക്കരുത്, അതുപോലെ കൃത്യം തെക്കും വെക്കരുത്. വടക്ക് പടിഞ്ഞാറ് ധനാഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. വടക്ക് ദിക്കും ഫലം തരുന്നതാണ്. കറക്റ്റ് പടിഞ്ഞാറ് കൊണ്ട് വെക്കരുത്. പിന്നെ കിഴക്ക് നല്ലതാണ്, അതുപോലെ തെക്കും പാടില്ല. നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് നല്ലതാണ്. പിന്നെ വീട്ടിൽ കണ്ണാടി വെക്കുന്ന നല്ലതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ കണ്ണാടി വെക്കുമ്പോൾ നിങ്ങൾ ഭഗവാൻ കൃഷ്ണന്റെ ഫോട്ടോയുടെ സൈഡിൽ കണ്ണാടി വെക്കുന്നത് നല്ലതാണ്. ഭഗവാൻ കൃഷ്ണന്റെ അല്ലെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ക്ലേ കൊണ്ടുള്ള പ്രതിമ ആയിക്കോട്ടെ, ചെറിയ വട്ടക്കണ്ണാടി അതിന്റെ സൈഡിലോ താഴെയോ ഒക്കെ ആയിട്ട് വെക്കുക. പുറകെ കൊണ്ട് വെക്കരുത്. ചിലർ പുറകെ കൊണ്ടാണ് വെക്കുന്നത്. പുറകെ കൊണ്ട് വെക്കരുത്, സൈഡിലോ അല്ലെ ഭഗവാന്റെ പാദത്തിന്റെ അവിടെ വെച്ചാലും മതി. മനസ്സിലായില്ലേ? ഐശ്വര്യമാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യേണ്ട ഒരു രീതി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനി ഷിർദിബാബയുടെ രഹസ്യം പറഞ്ഞുതരാം. ഷിർദിബാബയുടെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതുപോലൊരു ഫോട്ടോ വാങ്ങുക. അപ്പൊ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും
നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ശ്രുതി ബാവയെന്ന്. അത് ഗൂഗിളിൽ അല്ല, അത് നമ്മുടെ മൊബൈലിലോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റുഡിയോക്കാരെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രിന്റ് എടുത്ത് തരും. അപ്പോൾ ശ്രുതി ബാബയുടെ ഫോട്ടോ, ശ്രുതി ബാബ എല്ലാവർക്കും അറിയാമല്ലോ, ശിവനും എല്ലാം തന്നെ അദ്ദേഹം. അപ്പൊ ശ്രുതി ബാബയെ കുറിച്ചാ, സായി ബാബയല്ല കേട്ടോ, ശ്രുതി ബാബയെ കുറിച്ചാ പറയാം. ശ്രുതി ബാബയുടെ ഒരു മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഈ മന്ത്രം നിങ്ങൾ നിത്യേന രാവിലെ വടക്കോട്ട് നോക്കിയും ജപിക്കാം, കിഴക്കോട്ട് നോക്കിയും ജപിക്കാം. എന്തിനാ ഈ രണ്ട് ദിക്കും പറഞ്ഞ്? എന്നാ പിന്നെ വടക്ക് പറഞ്ഞാൽ പോരായിരുന്നു, അല്ലെ കിഴക്ക് പറഞ്ഞാൽ പോരായിരുന്നു? എന്തിനാ രണ്ടും പറഞ്ഞാന്ന്? വടക്കോട്ട് നോക്കി ആദ്യം ജപിക്കണം. എന്തിനാണെന്നറിയോ? നമ്മുടെ താപത്രയങ്ങൾ, പാപം നീങ്ങാൻ വേണ്ടി. നമുക്കൊക്കെ പാപമുണ്ട്, പാപം ഉള്ളതുകൊണ്ടാണ് ജനിച്ചിരിക്കുന്നത്. അപ്പൊ പാപങ്ങൾ നീങ്ങാൻ വേണ്ടി വടക്കോട്ട് നോക്കിയെന്ന് ജപിക്കണം 3 തവണ. ഓം ഷിർദിവാസായ വിദ്മഹേ സച്ചിദാനന്ദായ ധീമഹി തന്നോ സായി പ്രചോദയാത്. ഇത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ എഴുതിയിടാം, അത് നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. വടക്കോട്ട് നോക്കി 3 തവണ ജപിക്കുക, പിന്നെ കിഴക്കോട്ട് നോക്കി 3 തവണ ജപിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇതുപോലെ സായിബാബയുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വെക്കുക. അത് കിഴക്കോ വടക്കോ പടിഞ്ഞാറോ ഏത് ദിക്ക് വേണമെങ്കിലും വെക്കാം. വെച്ചിട്ട് വ്യാഴാഴ്ച എല്ലാ ദിവസവും മന്ത്രം ജപിക്കാം. ഫോട്ടോയുടെ മുന്നിൽ നിന്നോ ഒക്കെ ജപിക്കാം, അല്ലെങ്കിൽ കുളിമുറി എന്നോ വടക്കോട്ട് തിരിഞ്ഞു നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ നിന്ന്, അങ്ങനെ വേണമെങ്കിലും ജപിക്കാം. ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ജപിക്കുന്നത് നല്ലതാ. അല്ലാതെ എവിടെ നിന്ന് വേണമെങ്കിലും ജപിക്കാം. നിങ്ങൾ ഇത് എവിടെ നിന്ന് ജപിച്ചാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സഹായം, ശുദ്ധ മനസ്സോടെ ജപിക്കുകയാണെങ്കിൽ അദൃശ്യമായ അദ്ദേഹത്തിന്റെ അനുഗ്രഹവും കിട്ടും, സഹായവും കിട്ടും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എല്ലാം വേണ്ടതെല്ലാം വന്നു ചേരും. എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ആപത്തിലും ജപിക്കാം കേട്ടോ. അപ്പൊ ഇത് ജപിക്കുമ്പോൾ വ്യാഴാഴ്ചകളിൽ ഈ ഫോട്ടോയുടെ മുന്നിൽ 2 പഴം വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. ഫോട്ടോയുടെ മുന്നിൽ 2 പഴം വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. ഇപ്പം മഞ്ഞപ്പൂക്കൾ ഉണ്ടെങ്കിൽ അതും വെക്കുന്ന നല്ലതാണ്. ഈ പഴം വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ പൂജ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പൂജ അങ്ങനെയുള്ള കാര്യങ്ങൾ ചില പൂജ അതൊന്നും വീട്ടിൽ ചെയ്യാൻ പാടില്ല. പഴം വെച്ച് പ്രാർത്ഥിക്കാം ശ്രുതി ബാബയ്ക്ക്. അത് നിങ്ങൾ എന്നിട്ട് അത് എടുത്തിട്ട് അത് വ്യാഴാഴ്ച വെച്ച് ഭഗവാനെ ശ്രുതി ബാബയ്ക്ക് വെച്ച് ഈ മന്ത്രം ജപിച്ചിട്ട് നിങ്ങൾക്ക് സമ്പത്ത് ഐശ്വര്യം വിജയിച്ച നിങ്ങളെന്ന് പറഞ്ഞിട്ട് ആ പഴം നിങ്ങൾ കുറച്ച് ഒരു അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം പക്ഷിമൃഗാദികൾക്ക് കഴിക്കാനിട്ട് കൊടുക്കുക കേട്ടോ. നമ്മളത് ഉപയോഗിക്കേണ്ട, പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുക, അതൊരു പുണ്യമായിരിക്കും. പിന്നെ പൂക്കൾ ചെടികളുടെ ചൂട്ടിയിടാം. ഇത് വ്യാഴാഴ്ച മാത്രം ചെയ്താൽ മതി. പറ്റുന്നവർ ചെയ്യുക കേട്ടോ, അല്ലാത്തവർ പ്രാർത്ഥിച്ചാൽ ഈ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതി. പിന്നെ ശ്രുതിബാബയുടെ ഫോട്ടോയുടെ മുന്നിൽ മുട്ടായി ഇല്ലേ, അത് വ്യാഴാഴ്ചകൾ വെക്കുന്ന നല്ലതാണ്. അതും പക്ഷിമൃഗാദികൾക്ക് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പറമ്പിൽ എവിടെയെങ്കിലും കളയാം, നമ്മൾ ഉപയോഗിക്കേണ്ട. അത് പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, 1, 2, 3 മുട്ടായും ഇതിലേതെങ്കിലുമൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ നല്ലതാണ്. അപ്പം നിങ്ങളിത് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഫോട്ടോ ഷെൽഫിൽ ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ താഴെ എന്തെങ്കിലും അടിച്ച് ഉണ്ടാക്കണം ഫോട്ടോയുടെ താഴെ ഇത് വെക്കാനും വേണ്ടി. ഇനി ഇതൊന്നും പറ്റിയില്ലെങ്കിലും പ്രാർത്ഥിച്ചാലും മതി, ഫോട്ടോ ഇല്ലേ പോലും കുഴപ്പമില്ല. നിങ്ങൾ ദിവസവും വടക്കോട്ട് നോക്കി നിങ്ങളെ കുളിമുറിയിൽ നിന്നോ നിങ്ങളുടെ റൂമിൽ നിന്നോ എവിടെ നിന്നാലും പ്രാർത്ഥിക്കാം. പിന്നെ നിങ്ങൾക്ക് ഏതൊരു ആപത്ത് വരുമ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥന മനസ്സിലോ വാഗണ്ടോ എങ്ങനെ വേണമെങ്കിലും ജപിക്കാം. ശുദ്ധ മനസ്സോടെ ജപിച്ചാൽ സായിബാബ നിങ്ങളെ വഴി കാട്ടും. പല രൂപത്തിൽ അദ്ദേഹം വരും. ചിലപ്പോൾ പല ഭാവത്തിലെ പല രൂപത്തിലെ അദ്ദേഹത്തിന് അദൃശ്യമായ സഹായം ഉണ്ടാവും. അത്ഭുതമായ ഒരു കാര്യമാണ്. ശുദ്ധ ഭക്തിയോടെ മനഃശുദ്ധിയോടെയും ചെയ്യണം. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് നന്ദിയും പറയണം കേട്ടോ. അത്ഭുതകരമായ ഒരു ലോകനന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്, അല്ലാതെ എനിക്ക് യാതൊരു സ്വാർത്ഥതയ്ക്കും വേണ്ടിയല്ല. എല്ലാവർക്കും നന്മ ഉണ്ടാകണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈശ്വരനെ അറിയണം എന്നുള്ള ചിന്ത. ഇപ്പൊ എല്ലാവരും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.